ഹലോ ഗായ്സ്, വെൽക്കം ടു കാസ്ട്രോണ്ടർ മീഡിയ. ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് റിവ്യൂവിങ് ആണ്. പടത്തോടെ പേര് പ്ലൂട്ടോ. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് നീരജ് മാധവ്, ആർഷ ബൈജു, അജു വർഗീസ്, പിന്നെ സുബിൻ ടാർസൻ, നിഹാൽ നിസാം, പിന്നെ ദിനേശ് പ്രഭാകർ, യമുന ഫത്തൂമി, അൽതാഫ് സലീം എന്നിവരൊക്കെയാണ്. പിന്നെ പറയാൻ പറഞ്ഞത് പിന്നെ അതിൽ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ക്യാമിയായിട്ട്. പടത്തിൻ്റെ ആദിത്യ ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ ഒരാളാണ്. ഇത് സിനിമ റൈറ്റ് ചെയ്തിരിക്കുന്നത് നിയാസ് മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരാളാണ്. പിന്നെ പടം മ്യൂസിക് ആർക്കാഡോയാണ്. മീൻസ് ശരിക്കുള്ള പേര് അനിക്കത് മേനോൻ എന്നാണ്. മീൻസ് 1 and 2 ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ചെയ്തതാണ്. വേറെ എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ടാണ്. സിനിമാറ്റോഗ്രാഫി ബൈ വിഷ്ണു ശർമ്മ. ആരാന്ന് അറിഞ്ഞൂടാ, പുതിയതായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇപ്പോൾ കോസ്റ്റ്യൂം ഡിസൈനിങ് സ്റ്റെഫി സേവിയർ, മേക്കപ്പ് റോണൽ സേവിയർ. എന്തായാലും എത്രയാണ് സിനിമയെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ. പടം എങ്ങനെ ചോദിച്ചാൽ നല്ല പടം. പക്ഷേ നെഗറ്റീവ്സ് ഉണ്ട്. ഫസ്റ്റ് നെഗറ്റീവ്സിലൂടെ തുടങ്ങാം. നെഗറ്റീവ്സ് വൈസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സുബിൻ ടാർസൻ. ഇതാരാണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, വേറെ പുതുമുഖമെന്ന് തോന്നുന്നു. ഇതിൻ്റെ ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ നീരജ് മാധവൻ്റെ ഫ്രണ്ട് ക്യാരക്ടറാണ്, ബെസ്റ്റ് ഫ്രണ്ട് ക്യാരക്ടറായിട്ടാണ് വന്നിരിക്കണത്. പിന്നെ നിമ്നയുടെ ചേട്ടൻ ക്യാരക്ടറും കൂടിയാണ്. ആവശ്യം ഇതിൽ ചെറിയ ക്യാരക്ടറുകളുണ്ട്, അത് വേറെ കാര്യം. വലിയ ക്യാരക്ടർ ഉണ്ടെന്നൊന്നും പറയട്ടെ, എൻ്റെ അടുത്തൊന്നും കണക്കില്ല പ്ലീസ്, അതുകൊണ്ട് പറഞ്ഞു കാണാം. ആരാന്ന് പോലും എനിക്ക് അറിയണം. ആവറേജ് ക്യാരക്ടറാണ്. കാരണം എനിക്ക് അങ്ങനെ ഇടയ്ക്ക് ക്രിഞ്ച് ആട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം ഇതിലൊരു സീനുണ്ട്. എന്താണെന്ന് വെച്ചാൽ കണ്ടിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും വിചാരിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ മറ്റേ അൽതാഫ് സലീം സിനിമയിൽ ഏലിയനാന്ന് നിങ്ങൾ ട്രെയിലറിലും പ്രൊമോസിലൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. എന്നാലും പറയണമെന്നേ ഉള്ളൂ. ഇതറിയുമ്പോൾ ഇവൻ്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, എൻ്റെ കൂടെ വെറുപ്പിക്കലാണ് സീൻ കണ്ടപ്പോൾ. പിന്നെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ്റെ ഒരു സാധനമുണ്ട്, മറ്റേ ഇവൻ തള്ളടിക്കണതിന് കുഴപ്പമില്ല, പക്ഷെ അത് വ്ലോഗായിട്ടിടല്ലേ കേട്ടോ, മനുഷ്യനെ ഓർത്തിട്ട്. എടാ അതിൻ്റെ ഐഡിയ ഉണ്ടാക്കി എത്തേണ്ടി എവിടെ നിന്ന് കിട്ടണ്? ഇവിടെ ഒരു തള്ളടിക്കാൻ വേണമെങ്കിൽ ഓക്കെ, നിങ്ങൾ കുടുംബക്കാരായിട്ടോ അല്ലെങ്കിൽ വന്ന വീട്ടുകാരായിട്ടോ അല്ലെങ്കിൽ കൂട്ടുകാരായിട്ട് വേണമെങ്കിൽ തള്ളടിച്ചോ. പക്ഷെ അത് പുറത്ത് ഈ യൂട്യൂബിലിടാന്ന് പറയണ സംഭവം കത്യം പറഞ്ഞ ബോർ പരിപാടിയാണ്. പ്രത്യേകിച്ച് ഏലിയൻ്റെ അടുത്ത് പോയിട്ട് മറ്റേ ഇത് ഞങ്ങളുടെ നഗരം വേണ്ട, ഇത് ഞങ്ങളെ കോപ്പാണ് എന്നൊക്കെ പറയണ ദുരന്തമാണ്. എന്തുവാണ് അത് വ്ലോഗായിട്ടോ? ഞാനൊക്കെ ആണെങ്കിൽ പോലും ഇതൊന്നും പറയാ പോലും കേട്ടോ, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും തോന്നണേ. അല്ലെങ്കിൽ പുറത്ത് വല്ലതും പറഞ്ഞ നടക്കുകയാണെങ്കിൽ ഓക്കെ, ഇത് വ്ലോഗ് ഒന്നാലും അത് കാണാന്മാരെങ്കിലും വിചാരിക്കൂടെ ഇത് ഇവനെന്ത് വട്ട അതങ്ങനത്തെ അമ്മാതിരി. പിന്നെ ഇവൻ്റെ വേറൊരു വിറപ്പിക്കുന്ന സീനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവൻ സലീമിന് ആദ്യമായിട്ട് കാണുന്ന സീനുണ്ട്, അതിൽ കൊട്ടറപ്പിച്ച് വിട്ട് റിപ്പിക്കൽ മറ്റേ പ്രേമലൂല്. എനിക്ക് ആകെ ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തത് മറ്റേ മീനാക്ഷിയുടെ പെർഫോമൻസ് ആയിരുന്നു. അത് എന്നെ അതിൻ്റെ പ്രോമാക്സ് ലെവലാണ് ഇവൻ്റെ ക്യാരക്ടർ പടത്തിൽ. എന്തിനാണ് എന്ത് ഒരു അൺവാണ്ടഡ് ക്യാരക്ടർ എന്നുള്ള മാതിരി തോന്നി. പക്ഷേ ചില സീൻസിൽ കുഴപ്പമില്ലാതെ പോയിട്ടുണ്ട്, അത് വേറെ കാര്യമുണ്ട്. അതുകൊണ്ടാണ് ആവറേജ് എന്ന് പറഞ്ഞത്. പിന്നെ ഇതിൽ എനിക്കിത് വേറെ നെഗറ്റീവ് തോന്നി, ഇത് ആർഷ ബൈജു ഇതേമാതിരി തന്നെയാണ് സംഭവം. ഒന്നുമില്ല, ഏലിയൻ മറ്റേ അൽതാഫ് സലീം ഏലിയനെന്ന് അറിയണം, മറ്റേ
ഇവിടെ ക്ലീനിങ്ങിന് പോയിട്ട് മറ്റേ സ്റ്റിച്ച് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ഇവിടെ അറിയണത് ഇവൻ ഏലിയനാണ്. അപ്പോൾ ഇവളുടെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, അയ്യോ ഓസ്കാർ അവാർഡ് ജമ്പേന്ന് പറയാൻ തോന്നിക്കും അമ്മാതിരി ഒരു സാധനം. അതെന്തെങ്കിലും ആവട്ടെ. പിന്നെ ഇതിൽ നെഗറ്റീവ് ഉള്ളത് അജു വർഗീസിൻ്റെ ഒരു സീനുണ്ട്. മീൻസ് അജു വർഗീസ് സിനിമയിൽ വില്ലനാണ്. അപ്പോൾ അങ്ങനെ നേരെ ഈ ബിൽഡപ്പും അങ്ങനത്തെ ഇൻട്രോയൊക്കെ കാണിച്ചതിന് ശേഷം ഞാൻ നേരെ നമ്മുടെ ആർഷയുടെ പോയിട്ട് പഞ്ച് ഡയലോഗ് അടിക്കുന്നതിന് കുഴപ്പമില്ല, അത് മര്യാദയ്ക്കാണെങ്കിൽ അടിക്കണം. പക്ഷെ പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് പഞ്ച് ഡയലോഗ് അടിക്കണം. ആദ്യത്തെ വില്ലനെ ഞങ്ങൾക്ക് ആദ്യമായിട്ട് കാണട്ടെ. എവിടെ നിന്ന് കിട്ടിയടാ ഐഡിയ? എവിടെ നിന്ന് കിട്ടിയടാ ഇത്? എന്തോന്നടേ ഒരു ഏതൊരു പടം ഉണ്ടായിരുന്നിട്ട് എൻ്റെ ബാലയുടെ ഒരു പടം ഉണ്ടിട്ട് എന്തോന്നായിരുന്നു, വീരസിംഹാറെഡ്ഡി അല്ല വില്ലനെ മാത്രമേ ആയിപ്പോയി. ആ സിനിമ പേഴ്സണലി എനിക്കൊരു അബവ് ആവറേജാണ് ഫീൽ ചെയ്തത്. കാരണം അതിൽ മണിറോസും ദുരന്തമായിരുന്നു, വില്ലനും ദുരന്തമായിരുന്നു. വില്ലന്മാരെന്ന് ഉദ്ദേശിച്ചത് മെയിൻ വില്ലൻ എന്ന് പറഞ്ഞിടത്തന്നെ കാണിച്ചില്ല, അവനും ദുരന്തമായിരുന്നു. അതുകൊണ്ട് എനിക്കത് അബവ് ഫീൽ ചെയ്തത്. ബാക്കികളൊക്കെ എന്തെങ്കിലും ആവട്ടെന്ന് ചോദിച്ചെങ്കിൽ പോകും. കാരണം ഞാൻ സ്വന്തം ഇഷ്ടമാണ് ഒരാളതുകൊണ്ട് അതെന്തെങ്കിലും ആവട്ടെ അതേമാതിരി കളഞ്ഞു. കാരണം അത് പറയാണ് എരിവുള്ള ചിപ്സ് കഴിച്ചിട്ടാണ് കരഞ്ഞത്. വട്ടിന്ന് ഭയങ്കര തെരുവിളിക്കുന്നോട് അയാളെ പേരെന്താ വിനീത് മട്ടത്തില്ല അങ്ങനെ എന്തോ പറഞ്ഞ കോട്ടത്തെറിവിളിക്കുന്നു. എന്തിൻ്റെ കളിയാണ് തുടങ്ങിക്കുന്നത് എന്നുള്ള മാതിരിയൊക്കെ. പക്ഷേ ആ സീൻ കുറച്ച് ഇതൊക്കെയാണ് നെഗറ്റീവ്. ആ ഒരു സീൻ ഇനി ഹൈലി പോസിറ്റീവ്സിലോട്ട് നടക്കാം. ഹൈലി പോസിറ്റീവ്സ് വയസ്സ് നോക്കുകയാണെങ്കിൽ നീരജ് മാധവ് പൊളിച്ചടുക്കി. ആഫ്റ്റർ RDX ആണ് തോന്നുന്നു, RDXന് ശേഷം എന്തോ ആണ് ഒരു നായകനായിട്ട് ഒരു പടത്തിൽ അഭിനയിക്കുന്നത്. ആഫ്റ്റർ 3 years എന്തിനാണ് ഇങ്ങനെ ഒരു ബ്രേക്ക് എടുത്ത് എന്നൊന്ന് ചോദിപ്പിച്ച്. എന്നാലും നൈസായിട്ട് ക്യാരക്ടർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ആർക്കുമാണ്, ക്യാരക്ടർ ആർക്കുണ്ട്, നല്ല റൈറ്റ് ചെയ്തെന്ന് എനിക്ക് നല്ല ഫീൽ ചെയ്ത്. പിന്നെ അൽതാഫ് സലീമും അത്യാവശ്യം നൈസായിട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അജു വർഗീസിൻ്റെ മറ്റേ ഞാൻ പറഞ്ഞല്ലോ ഒരു നെഗറ്റീവായിട്ട് ഒരു സീൻ പറഞ്ഞില്ല, ആ സീൻ ഒഴികെ ബാക്കി എല്ലാത്തിലും ഭയങ്കര വില്ലൻ എന്ന ക്യാരക്ടറിൽ അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു വില്ലൻ ക്യാരക്ടർ എനിക്ക് മറ്റേ ബിടെക്കിൽ ചെറിയൊരു അതിൽ വില്ലൻ ക്യാരക്ടർ എന്ന് പറയാനുണ്ടോയെന്ന് എനിക്ക് അറിയണോളൂ. എന്നാലും അത് ഒരു സീനിലെന്തോ അങ്ങനെ നല്ല വില്ലൻ ക്യാരക്ടർ കാണിച്ചിരുന്നു. അതേമാതിരി കുറച്ചും കൂടി ആക്കാം. അതേമാതിരത്തെ വില്ലൻ ക്യാരക്ടേഴ്സ് ഇനിയും ചെയ്യണമെന്ന് എനിക്ക് ഒരു അഭ്യർത്ഥനയുണ്ട്. അതുകൊണ്ട് അതില്ല. പിന്നെ നിഹാദ് നിസാം കുഡോസ് മീഡിയയിൽ ഉള്ള ഒരിക്കയാണിത്. അങ്ങേര് പൊളിച്ചിരുന്നു. അങ്ങേരുടെ ക്യാരക്ടർ എന്തായിരുന്നു, അയ്യോ എന്തോന്ന് ക്യാരക്ടർ ആയിരുന്നത്, നീരജ് മാധവൻ്റെ അനിയൻ ക്യാരക്ടറായിരുന്നു. ഭയങ്കര പൊളിച്ചിട്ടുണ്ട്. അത് പോസിറ്റീവായിരുന്നു. പിന്നെ ആർഷ ബൈജു കുഴപ്പമില്ലാത്തൊരു ക്യാരക്ടറായിരുന്നു. ആവറേജ് ക്യാരക്ടർ. അതല്ല ഹൈലി പോസിറ്റീവിൽ കിടക്കണം. കാരണം മറ്റേ എക്സ്പ്രഷൻ കാണിച്ച സീനിൻ്റെ അതെന്താ കാരണം എന്ന് അബവ് ആവറേജ് എന്ന് പറയാൻ കാരണം നെഗറ്റീവ്സ് എന്ന് എടുത്ത് നോക്കിയത് മനസ്സിലാവും. പിന്നെ നിമ്ന ഫത്തും പൊളിച്ച് ഇനിയും ഒരുപാട് പടത്തിൽ അഭിനയിക്കട്ടെ. അതിൻ്റെ കൂടെ നിങ്ങൾ മീൻസ് ഒരുപാട് റീൽസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പരസ്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതും നല്ലോണം അതിലും ഫോക്കസ് ചെയ്തുകൊണ്ട് രണ്ടിലും ഫോക്കസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആൻഡ് ഷീ ഹാസ് ഡിസേർവ്ഡ് ഫോർ എ ബ്രാൻഡ് ഡയറക്ടർ. ഐ മീൻ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല, വേറെ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പ്ലീസ് ആണ് എന്താണെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഇപ്പോൾ പറയാം. എന്താണെന്ന് വെച്ചാൽ അവർക്ക് നല്ലൊരു ഡിസേർവ്ഡ് ആയിട്ടുള്ള ആക്ട്രസ് ആവാനുള്ള അത്യാവശ്യം സ്കോപ്പ് കൊടുത്തിട്ടുണ്ട്, സിനിമയിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറിയ റോളാണ് എന്നാലും ചെയ്തിട്ടുണ്ട്. അവർക്ക് നല്ല എനിക്ക് അവർ ഒരു വലിയൊരു ഡയറക്ടർ അത് ഒരു പടത്തിൽ സ്കോപ്പ് കിട്ടുകയാണെങ്കിൽ അവർ നരയ്ക്ക് ചെയ്യും എന്നുള്ളൊരു നമ്മൾ പറയുമല്ലോ. ഇപ്പോൾ ടൈഗർ ഷ്രോഫിനൊക്കെ സിദ്ധാർത്ഥ ആനന്ദിൻ്റെ കയ്യിൽ കിട്ടിയ ലോട്ടറി കിട്ടിയ മാതിരിയാണ്. അതേമാതിരി
ഇതിൽ നിന്നാണ് ഉദ്ദേശിച്ചത്, അത് വേറെ ഒന്നും ഉണ്ടല്ല. അതേമാതിരി ലോട്ടറി കിട്ടട്ടെ. പിന്നെ ദിനേശ് പ്രഭാകർ അത്യാവശ്യം നൈസായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാരക്ടർ ആനിമൽ സയൻറ്റിസ്റ്റാണ് സിനിമയിൽ, പൊളിച്ചിട്ടുണ്ട്. പിന്നെ മ്യൂസിക് ആർക്കാടോ പൊളിച്ചിട്ടുണ്ട്. പിന്നെ നീരജ് മാധവ് കമ്പോസ് ചെയ്തൊരു പാട്ടുണ്ട്, അത് അത്യാവശ്യം എനിക്ക് തോന്നുന്നത് ഇങ്ങനൊരു പാട്ട് എനിക്ക് സംശയം ശരിയാണെങ്കിൽ ആർക്കാടോ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാത്രമേ ചെയ്തുള്ളൂ എനിക്ക് തോന്നുന്നുണ്ട്. മറ്റേ പാട്ടൊക്കെ ഇങ്ങനെയാണെന്ന് തോന്നുന്നു, നീരജ് മാധവാണെന്ന് തോന്നുന്നു. കാരണം അങ്ങനെയാണ് ഫീൽ ചെയ്തത്. എന്നാൽ പൊളിച്ചിട്ടുണ്ട് രണ്ടുപേരും, ഹാറ്റ്സ് ഓഫ്. പിന്നെ സിനിമാറ്റോഗ്രാഫി പൊളിച്ചിട്ടുണ്ട്, നല്ലോണം ചെയ്തിട്ടുണ്ട്. കോസ്റ്റ്യൂം ഡിസൈനിങ്ങും കൊള്ളായിരുന്നു. ബാക്കിയുള്ളതെല്ലാം പോസിറ്റീവ്സായിട്ട് തന്നെ കിടക്കട്ടെ എന്നും പറഞ്ഞു വേണ്ടി ഞാൻ തയ്യാറത്തേക്ക് അവസാനിപ്പിക്കുകയാണ്. പിന്നെ 3:50 PVR പോയിട്ടാണ് കണ്ടത്. ഇവിടെ ഒന്നും 4 പടേ ഇല്ലടാ, കാരണം അറിയാമല്ലോ 2 പടം ഓൾറെഡി ഇറങ്ങി, ആ പടം ചെയ്യട്ടെ എന്നും പറഞ്ഞുകൊണ്ട് എന്തായാലും നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ഐക്കണിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ, അതൊന്ന് അമർത്തി സഹായിക്കുക. അപ്പോൾ ടാറ്റ ബൈ ബൈ ഓൾ, ഹെയ് ദ വേൾഡ്. പിന്നെ ട്രെയിലർ റിയാക്ഷൻസ് ഇനിയും ഉണ്ടാവും, അതിനെയും സപ്പോർട്ട് ചെയ്തൊന്ന് വിടാം. അപ്പോൾ ബൈ.